എനിക്ക് ജില്ലയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ആദ്യം പറയാനുള്ളത്, ഈ ജില്ലയിലെ ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങൾ, വികസനങ്ങൾ എല്ലാം ഒരു നല്ല ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിൽ വളരെ അധ്വാനിച്ച ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മന്ത്രിയായിരുന്നു. 7 വർഷം ഞാൻ കൈകാര്യം ചെയ്തൊരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയാണ്. കാര്യമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഈ മലപ്പുറം ജില്ലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വളരെ വലിയൊരു വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഒരു സമീപനമാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ ചെയ്തത്. ഇന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ കാണുന്ന ഈ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം ഉൽപ്പത്തി അന്നെടുത്തിട്ട നയപരമായ സമീപനമാണ്. മലപ്പുറം ജില്ലയുടെ ഗതി മാറ്റിയ ചില നയസമീപനങ്ങൾ ഞങ്ങൾ എടുത്തതിൻ്റെ ഫലമായി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ജില്ലയായിരുന്നു നമ്മുടെ ഈ ജില്ല. ആ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ധാരാളമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പോരായ്മ ഇനിയുമുണ്ട്. ജില്ലയുടെ പിന്നോക്കാവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും ഇനിയും എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജില്ലയുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ഇന്ന് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോയി നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തിക്കണമെന്നാണ് എനിക്ക് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് വർക്കിനെ പറ്റി ഒരു ധാരണയുണ്ട്. കാരണം എന്ന് വെച്ചാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇതിനൊരു അവലോകന യോഗം 3 മാസം കൂടുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഞാനാണ് ചെയർമാൻ. അതിൽ ജില്ലയിലെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടാവാറുണ്ട്. ബ്ലോക്ക് തലത്തിലുള്ളവർ, MLA മാർ, ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അവലോകന യോഗമാണെങ്കിൽ കൂടി ജില്ലയിലെ വികസനപരമായിട്ട് പല കാര്യങ്ങളും അതിൽ ചർച്ചയ്ക്ക് വരാറുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നല്ല ഒരു കാഴ്ചപ്പാട് ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് ഒരു സംഗതി എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്നത് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ്. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറ്റതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാൻ സമയം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു മന്ത്രിക്ക്, ഒരു MP-ക്ക് ഒരു മണ്ഡലത്തിൽ ചെയ്യാൻ ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റെയിൽവേ ആണ്. റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, അതുപോലുള്ള സംഗതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അവലോകനം ഇത്യാദി കാര്യങ്ങളാണ്. അത് നോക്കുകയാണെങ്കിൽ റെയിൽവേയുടെ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മളിപ്പോൾ ഈ ഇവിടുത്തെ പത്രപ്രവർത്തകന്മാർ തന്നെ നമ്മുടെ എല്ലാ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായി. അപ്പോൾ നമ്മൾ അവിടെ പരപ്പങ്ങാടി തൊട്ട് തിരുനാവായ വരെയുള്ള എൻ്റെ പട്ടാമ്പി കൃത്യമായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തന്നെയും അതിൻ്റെ ആ പട്ടാമ്പി കൂടി ഉൾപ്പെടുന്ന ഒരു ഏരിയ. അപ്പോൾ പരപ്പങ്ങാടി, താനൂര്, തിരൂര്, കുറ്റിപ്പുറം, തിരുനാവായ ഈ എല്ലാ സ്റ്റേഷനുകളുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെ പോയാൽ കാണാൻ സാധിക്കും, വളരെ വലിയ തോതിലുള്ള പുരോഗതി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി അവിടെ പുതിയ പുതിയ വർക്കുകൾ വന്നു. തിരൂരും കുറ്റിപ്പുറം പരപ്പങ്ങാടിയും ഈ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലത് കംപ്ലീറ്റ് ഇപ്പോൾ നമ്മുടെ കുറ്റിപ്പുറമൊക്കെ എന്താണെന്ന് വെച്ചാൽ കംപ്ലീഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. അവിടെ ലിഫ്റ്റ് വന്നു. അവനെ ഫ്രണ്ട് ഏരിയ എന്നൊക്കെ പറയുന്നത് വലിയ തോതിൽ എത്രയും വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, അതുപോലെ സ്റ്റേഷനിലെ കെട്ടിടം നവീകരിക്കുന്ന വിധത്തിൽ, ലിഫ്റ്റ് ഏർപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാവരുടെ കാര്യങ്ങൾ വളരെ സജീവമായി നടത്തുകയാണ്. തിരൂരും നിങ്ങൾക്കറിയാം, നമ്മുടെ ജില്ലയിലെ എല്ലാവരും അവലംബിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ആ തിരൂരും വളരെ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട ഒരു സ്റ്റേഷനായി തിരൂര് മാറുകയാണ്. ഇതുവരെ നമ്മളതിൻ്റെ ഫ്രണ്ട് സൈഡ് വളരെ ഇടുങ്ങിയതായിരുന്നു. അതെല്ലാം തന്നെ വിശാലമാക്കുന്നു, കെട്ടിടങ്ങൾ നന്നാക്കുന്നു, അതിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നു. അതിൻ്റെ സെക്കൻഡ് എൻട്രിയിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ നിലയിലും അവിടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് പരപ്പങ്ങാടിയിലും അവിടെ സെക്കൻഡ് ഭാഗത്തുള്ള ഷെൽട്ടർ നന്നാക്കുന്നു, സ്റ്റേഷൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നു. ഈ വിധത്തിലുള്ള കാര്യങ്ങൾ താനൂരിൽ ഈ പദ്ധതി വന്നിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ താനൂർ കൂടി ഇതിൻ്റെ പരിധിപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ബജറ്റിൽ ഉൾപ്പെടുത്തിയ വർക്കിൻ്റെ ഭാഗമായി
താനൂരിലും ഈ പ്രയോറിറ്റി വരുന്നുണ്ട്, തിരുനാവായയിലും ഇതുപോലുള്ള സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റൽ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ രംഗത്തും നമുക്ക് വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊന്നാനി, അതുപോലെ തന്നെ കോട്ടക്കൽ എന്നീ സ്ഥലങ്ങളിലുള്ള നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾക്ക് കെട്ടിടത്തിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളും ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ്.